ക്ലാസ് 8 കെമിസ്ട്രി ചാപ്റ്റർ 3 മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും. ഇവിടെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളുടെ പിക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം എന്താണ്? ഇതൊക്കെ മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്താണ്? ഹീറ്റിനെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും അല്ലേ, പെട്ടെന്ന് ചൂടാവും പാത്രങ്ങൾ അല്ലേ. അലൂമിനിയം പാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളുണ്ട് അല്ലേ. സ്റ്റീലും അലൂമിനിയം ഒക്കെ എന്താണ്? ഹീറ്റിനെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും അല്ലേ, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാചകത്തിന് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലേ, പെട്ടെന്ന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കാണിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ടേക്ക് സം വാട്ടർ ഇൻ എ ഫ്ലാറ്റ് ബൗൾ അല്ലേ, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. പ്ലേസ് എ വുഡൻ ലാഡിൽ ആൻഡ് എ സ്റ്റീൽ ലാഡിൽ ഇൻ ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ബോയിൽ. അതിലേക്ക് ഒരു വുഡൻ ലാഡിൽ, മരത്തവിയും അതുപോലെ തന്നെ സ്റ്റീൽ ലാഡില്ലേ, സ്റ്റീലിൻ്റെ തവിയും എന്താണ് ഇട്ടിട്ട് ചൂടാക്കുക അല്ലെ, ബോയിൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് തൊട്ട് നോക്കുക ഏതിനാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് അല്ലേ, വിച്ച് വൺ ഈസ് ഹോട്ടർ. ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഏതിനായിരിക്കും? സ്റ്റീൽ ലാഡിനായിരിക്കും അല്ലേ, മരത്തവിക്കല്ല സ്റ്റീലിൻ്റെ തവിക്കായിരിക്കും. കാരണം എന്താണ്? ഹീറ്റിനെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റീലാണ്, മെറ്റലായിട്ടുള്ള സ്റ്റീലാണ്. മരം എന്താണ്? കണ്ടക്ട് ചെയ്യില്ല, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യില്ല, ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ്. കാരണം എന്താണ്? ബിക്കോസ് സ്റ്റീൽ കണ്ടക്ട് ഹീറ്റ് അല്ലേ, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റീലാണ്. വേറാസ് വുഡ് ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ് അല്ലേ, വുഡ് എന്താണ്? മരം എന്താണ്? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യില്ല, കടത്തി വിടുകയില്ല. പെട്ടെന്ന് ചൂടാകുന്നത് പാത്രങ്ങളല്ലേ, സ്റ്റീൽ പാത്രങ്ങളാണ്. വൈ ആർ യു വാൺഡ് അഗെയിൻസ്റ്റ് ഹാൻഡ്ലിങ് അയൺ ലൈക്ക് ഒബ്ജക്ട്സ് ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് അല്ലേ. തണ്ടർ, ഇടിമിന്നലുള്ള സമയത്ത് എന്താണ്? അയൺ ലൈക്ക് ഒബ്ജക്റ്റ്, ഇരുമ്പ് പോലുള്ള ഒബ്ജക്റ്റായിട്ട് കളിക്കരുതെന്ന് പറയാറുണ്ടല്ലേ, അതുമായിട്ട് കളിക്കരുത് എന്ന് വാൺ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇരുമ്പ് പോലുള്ള മെറ്റൽസ് ആയിട്ട് നമ്മൾ കളിക്കുമ്പോൾ എന്താണ്? നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടല്ലേ ഇടിമിന്നലുള്ള സമയത്ത്. കാരണം എന്താണ്? ഇരുമ്പ് ഒരു മെറ്റലാണ്, അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ലേ, അതുകൊണ്ട് ഷോക്ക് ഏൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ കളിക്കരുതെന്ന് പറയാൻ കാരണം. ബിക്കോസ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റീൻ്റെ ഗുഡ് കണ്ടക്ടറാണില്ലേ, അത് വൈദ്യുതിയെ നന്നായിട്ട് കടത്തിവിടും അല്ലേ, അതായത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രിക് ഷോക്ക് അല്ലേ, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് കളിക്കരുതില്ലേ പറയാൻ കാരണം. അതായത് നമ്മളിവിടെ മെറ്റൽസിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും അല്ലേ. പെട്ടെന്ന് ചൂടാവുന്ന പാത്രങ്ങളില്ലേ, മെറ്റൽസാണ് പാത്രങ്ങളിലെ, സ്റ്റീൽ, അലൂമിനിയം അതൊക്കെ മെറ്റൽസാണ്. പെട്ടെന്ന് ചൂടാവുള്ള പ്രോപ്പർട്ടിയെ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ മീൻസ് ഹീറ്റാണ് അല്ലേ, ചൂടാണ്. തെർമോ ഹീറ്റ് അല്ലേ, തെർമോ മീൻസ് ഹീറ്റ്. അപ്പോൾ പെട്ടെന്ന് ചൂടാവുള്ള പ്രോപ്പർട്ടി എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി അല്ലേ, ഷോക്ക് അടിക്കുന്നത്, മെറ്റൽസ് പോലുള്ള അയൺ പോലുള്ള ഒബ്ജക്റ്റൊക്കെ നമ്മൾ വെച്ച് കളിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മെറ്റൽസിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി മൂലമാണ്. ഹീറ്റിൻ്റെ കണ്ടക്ടിവിറ്റി എന്നാൽ താപചാലകത അല്ലേ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നാൽ വൈദ്യുത ചാലകത. മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇതൊക്കെ മെറ്റൽസ് ആണ് അല്ലേ. ഗോൾഡ് എന്താണ്? ഒരു മെറ്റലാണ്, സ്വർണ്ണം മെറ്റലാണ് അല്ലേ. അതുപോലെ സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം ഇതൊക്കെ മെറ്റൽസ് ആണ്. ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റൽ, ഈ മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ കാരണം? ഇതെന്താണ്? ഹാമർ ആണല്ലേ. ഹാമർ എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഹാർഡ്നെസ്സിലെ നല്ല ഉറപ്പുള്ളത് കൊണ്ട്, ഉറപ്പുള്ള സാധനങ്ങൾ കടിച്ച് പരത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാമർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാരക്ടർ എന്താണ്? ഹാർഡ്നെസ്സിലെ, കാഠിന്യം നല്ല ഹാർഡ്നെസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹാമർ യൂസ് ചെയ്യുന്നത് അല്ലേ. നല്ല ഹാർഡായിട്ടുള്ള വസ്തുക്കളെ അടിച്ച് വരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? ഹാർഡ്നെസ് എന്നുള്ള പ്രോപ്പർട്ടിയാണല്ലേ, ഈ മെറ്റലിൻ്റെ ഹാർഡ്നെസ് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഹാമർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു തെർമൽ കണ്ടക്ടിവിറ്റി അല്ലേ, ഹീറ്റ്. തെർമോ മീൻസ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനല്ലേ. പാത്രമൊക്കെ നമ്മൾ എന്താണ്? വെള്ളം ചൂടാക്കുമ്പോൾ പെട്ടെന്ന് പാത്രം ചൂടാവുന്നു ഇല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രമൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആ മെറ്റലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി അല്ലേ, ആ ഉപയോഗം കൊണ്ടാണ് നമ്മൾ ഈ മെറ്റൽ യൂസ് ചെയ്യാൻ കാരണം. ഇവിടെ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലേ, വൈദ്യുത ചാലകത. ഇതെന്താണ്? താപചാലകത അല്ലേ. നമ്മുടെ ഇലക്ട്രിക് വയേഴ്സൊക്കെ എന്താണ്? മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ. അതെന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയെ പെട്ടെന്ന് കടത്തിവിടുന്നത് കൊണ്ടാണ് നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യാനുള്ള കാരണം. അതായത് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ഗോൾഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഷൈനിങ് പ്രോപ്പർട്ടി അല്ലേ, തിളക്കം അല്ലേ, നല്ല തിളക്കം കിട്ടാൻ, നല്ല സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഗോൾഡ് യൂസ് ചെയ്യുന്നത്. അപ്പം മെറ്റലിൻ്റെ ഈ ഷൈനിങ് പ്രോപ്പർട്ടി, അതായത് ഗോൾഡിൻ്റെ ആ ഷൈനിങ് പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യാൻ കാരണം. ഇതെന്താണ്? സൗണ്ടിന് വേണ്ടിയിട്ട് അല്ലേ, ബെല്ലൊക്കെ അടിക്കുന്നത് എല്ലാം എന്താണ്? ഇങ്ങനെ മണി അടിക്കുന്നതൊക്കെ എന്താണ്? അതിൻ്റെ ആ സൗണ്ട് അല്ലേ, ഈ മെറ്റലിൻ്റെ സൗണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ടുമ്പോൾ ഈ സൗണ്ട് ഉണ്ടാകുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണ്? സൊണോരിറ്റി. ഈ മെറ്റൽസിനെ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം, ഇങ്ങനെ മണി അടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ കാരണം മെറ്റൽസിൻ്റെ സൊണോരിറ്റി എന്നുള്ള ആ പ്രോപ്പർട്ടി കാരണമാണ്. വാട്ട് ആർ ദി അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ഫെമിലിയർ ടു യു? അതായത് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു മെറ്റൽസിന് നമ്മൾ ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ പെട്ടെന്ന് ചൂടാവില്ലേ മെറ്റൽസ് പാത്രങ്ങളൊക്കെ. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, സൊണോരിറ്റി ഉണ്ട്. അതുപോലെ മെറ്റൽസിനെ നമുക്ക് അടിച്ച് ഷീറ്റ് പോലെ ആക്കാനും നീട്ടി വലിക്കാനും ഒക്കെ കഴിയും അല്ലേ, അതൊക്കെ ഓരോ പ്രോപ്പർട്ടിയാണ് അല്ലേ. അതായത് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, സൊണോരിറ്റി, മെറ്റാലിക് ലസ്റ്റർ ഇല്ലേ.
മെറ്റൽസിൻ്റെ ഹാർഡ്നെസ്, അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസാണ് ഇനി പഠിക്കാനുള്ളത്. മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എവറിഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റൽസാണ് അയണിലെ ഇരുമ്പ്, കോപ്പർ, ഗോൾഡ്, സിൽവർ, ഇതൊക്കെ മെറ്റൽസാണ്. അലൂമിനിയം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസാണ്. വേറെ ഏതൊക്കെ മെറ്റൽസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുണ്ട്? അയൺ ഉണ്ട്, കോപ്പർ, ഗോൾഡ്, സിൽവർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, മാഗ്നീഷ്യം, കാൽഷ്യം, ഇതൊക്കെ മെറ്റൽസാണ് അല്ലേ. കുറച്ച് മെറ്റൽസിൻ്റെ നെയിം ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ മെറ്റൽസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻഡ് എബോവ് അല്ലേ. മുകളിൽ പറഞ്ഞ ഈ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകളെ ബേസ് ചെയ്തിട്ട് മെറ്റൽസിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം അല്ലെ. മെറ്റൽസിന് എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? തെർമൽ, ഇലക്ട്രിക്കൽ, കണ്ടക്ടിവിറ്റി, ഷൈനിങ് പ്രോപ്പർട്ടി എല്ലാം ഉള്ളതാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദി സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് ഹാർഡ്നെസ്, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഷൈനിങ് ആൻഡ് സൊണോറിറ്റി ആർ നോൺ ആസ് മെറ്റൽസ് അല്ലെ. കാഠിന്യം, താപചാലകത, വൈദ്യുതചാലകത, തിളക്കം, സൊണോറിറ്റി എന്നീ സവിശേഷതകളുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ ലോഹങ്ങൾ, മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഷൈനിങ്, സോണോറിറ്റി എല്ലാം ഉള്ള, ഈ പ്രോപ്പർട്ടി എല്ലാം ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് പറയുന്നത് അല്ലേ, അഥവാ ലോഹങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, അതായത് മാലിയബിലിറ്റി അല്ലേ. എന്താണ് മാലിയബിലിറ്റി? അപ്പോൾ മെറ്റൽസിൻ്റെ ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതയാണ് മാലിയബിലിറ്റി. അതായത് മെറ്റൽസിന് നമുക്കിത് ഇങ്ങനെ ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഷീറ്റ് പോലെ ഇങ്ങനെ പരത്താൻ കഴിയും. കണ്ടോ, മെറ്റൽസിന് നമുക്കൊരു ഹാമർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ച് പരത്തിയിട്ട് ഷീറ്റ് പോലെ ആക്കാൻ കഴിയുന്ന ആ ക്യാരക്ടറിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ അൽഫാം പോലത്തെ ഫുഡ് മെറ്റീരിയൽസ് പൊതിഞ്ഞ് വരുന്ന ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ടാബ്ലറ്റിൻ്റെ ഈ റാപ്പ് അല്ലേ, അതൊക്കെ എന്താണ്? ഈ ഇങ്ങനത്തെ ഹാമറൊക്കെ ഉപയോഗിച്ച് അടിച്ച് ഷീറ്റാക്കുന്നതാണ് അല്ലേ. ഷീറ്റ് പോലുള്ള റാപ്പുകളാണല്ലോ അലൂമിനിയം ഫോയിലൊക്കെ. അങ്ങനെയുള്ള മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ജനറലി മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ആൻഡ് ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റസ് അല്ലേ. സാധാരണയായിട്ട് മെറ്റൽസിനെ നമുക്ക് ഹാമേർഡ് ചെയ്യും, അതുപോലെ തിൻ ഷീറ്റിലെ ഷീറ്റ് പോലെ ആക്കാം. ദിസ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. ഈ മെറ്റൽസിൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മാലിയബിലിറ്റി. അതായത് മെറ്റൽസിനെ നമുക്ക് അടിച്ച് ഷീറ്റ് പോലെയാക്കാം. അതായത് ലോഹങ്ങളെ പൊതുവെ അടിച്ച് പരത്തി തകിടുകളാക്കാൻ കഴിയില്ല. അടിച്ച് പരത്തിയിട്ട് ഇങ്ങനെ ഷീറ്റ് പോലെ ആക്കാം അല്ലേ. നമ്മുടെ ഹാമറൊക്കെ ഉപയോഗിച്ച് അടിച്ച് പരത്തി ഷീറ്റാക്കി മാറ്റാം. ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ മെറ്റൽസ്, എല്ലാ ലോഹങ്ങളെയും നമുക്ക് ഇതേപോലെ ചുറ്റിക കൊണ്ട് അടിച്ച് പരത്താൻ കഴിയുമോ? ഇല്ല അല്ലേ, ഒരുപോലെ കഴിയില്ല. മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ് അല്ലേ, നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടില്ല, അടിച്ച് പരത്തിയിട്ട് പെട്ടെന്ന് നമുക്ക് ഓരോ ഷേപ്പുള്ള വള, മാല അങ്ങനെ ഓരോന്നാക്കി മാറ്റാൻ കഴിയും അല്ലേ. ഏറ്റവും മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഏതാണ് അല്ലേ? നമ്മുടെ ഗോൾഡാണ്, സ്വർണ്ണമാണ്. ഗോൾഡ് ഈസ് ദി മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. ഏറ്റവും കൂടുതൽ നമുക്ക് മാലിയബിൾ അടിച്ച് പരത്താൻ കഴിയുന്നതാണ് ഗോൾഡാണ്. ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ അടിച്ച് പരത്തി ഷീറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ മെറ്റൽസിൻ്റെ മാലിയബിലിറ്റി ഡിഫറൻ്റ് ആണ് അല്ലേ. ഗോൾഡിന് ഷീറ്റാക്കാൻ കഴിയുന്നത് പോലെ ബാക്കിയുള്ള മെറ്റൽസിന് അതേപോലെ പെട്ടെന്ന് നമുക്ക് ഷീറ്റാക്കി മാറ്റാൻ കഴിയില്ല. അതായത് ഓരോ മെറ്റൽസിൻ്റെയും മാലിയബിലിറ്റി ഡിഫറൻ്റ് ആണ്, ഒരുപോലെയല്ല. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ യൂട്ടിലൈസിങ് ദി മാലിയബിലിറ്റി ഓഫ് മെറ്റൽസ്. നമ്മൾ ഈ മെറ്റൽസിൻ്റെ മാലിയബിലിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ്. മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് റൂഫിംഗ് ഓഫ് ബിൽഡിങ്സ്. ബിൽഡിങ്സ്, കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മിക്കാൻ ഈ മെറ്റൽ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. മെറ്റൽ ഷീറ്റ്, ലോഹ ഷീറ്റുകൾ അല്ലെ, ലോഹത്തിൻ്റെ ഷീറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. റൂഫിംഗ് ഓഫ് ബിൽഡിങ്സ് കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ, റൂഫ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഫുഡ് മെറ്റീരിയൽസിൻ്റെ കവറിൽ അലൂമിനിയം ഫോയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടിച്ച് പരത്തിയ മെറ്റൽ ഷീറ്റാണ് ഇല്ലേ അലൂമിനിയം ഫോയിൽ. അലൂമിനിയം ഇങ്ങനെ ഷീറ്റാക്കിയിട്ട് ഫോയിലാക്കി മാറ്റിയിട്ടാണ് ഫുഡൊക്കെ പൊതിയുന്നത്. ഫുഡ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലില്ലേ, അലൂമിനിയം ഫോയിൽ യൂസ്ഡ് ഫോർ പാക്കിംഗ് ഫുഡില്ലേ, ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ ലെഡ് ഷീറ്റ്സ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റേഡിയേഷനിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ലെഡ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നു അല്ലെ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നു. ലെഡ് ഷീറ്റ്സ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നു. മെറ്റൽസിൻ്റെ വേറൊരു പ്രോപ്പർട്ടി, ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. എന്താണ് ഡക്റ്റിലിറ്റി? നമ്മൾ ബൾബിൻ്റെ ഉള്ളിലൊക്കെ ഫിലമെൻറ്റ് കണ്ടില്ലേ, വയേഴ്സ്, തിൻ വയേഴ്സാക്കി മാറ്റിയിട്ടുണ്ടല്ലേ. മെറ്റൽസിനെ ഇങ്ങനെ തിൻ വയേഴ്സാക്കി മാറ്റാൻ കഴിയുന്ന ആ പ്രോപ്പർട്ടിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ പറഞ്ഞ മെറ്റലിനെ തിൻ വയേഴ്സ് ആക്കിയിട്ട് ബൾബിൻ്റെ ഉള്ളിലതാ ഈ ഫിലമെൻറ്റ് അല്ലേ ഇങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ, ഈ പ്രോപ്പർട്ടിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതായത് മാലിയബിലിറ്റി എന്ന തിൻ ഷീറ്റിൽ അലൂമിനിയം ഫോയിലൊക്കെ ഷീറ്റാക്കി മാറ്റുന്ന ആ പ്രോപ്പർട്ടിനെയാണ് മാലിയബിലിറ്റി. ഇത് തിൻ വയേഴ്സ് ആക്കി മാറ്റുന്നതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സിലെ, തിൻ വയേഴ്സ് ആക്കി മാറ്റാം. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. ഈ മെറ്റലിൻ്റെ ഈ പ്രോപ്പർട്ടിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റൽസ്, ലോഹങ്ങളെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് നേർത്ത കമ്പികളാക്കി മാറ്റുന്ന ഈ പ്രത്യേകത, ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അടിച്ച് പരത്തി ഷീറ്റാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി.
മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അലൂമിനിയം ഫോയിൽ ആ ഷീറ്റ് ആലോചിക്കുക, അടിച്ച് പരത്തി ഇങ്ങനെ ഷീറ്റാക്കുക അല്ലേ. നമ്മുടെ ബൾബിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻറ്റിന് എന്താണ് മെറ്റൽസ് അല്ലേ, മെറ്റൽസിനെ തിൻ വയേഴ്സാക്കി മാറ്റുകയാണ്. ഈ വയേഴ്സാക്കി മാറ്റുന്നതിനെയാണ് ഡക്റ്റിലിറ്റി. അതുപോലെ നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ എന്താണ് തിൻ വയേഴ്സ് അല്ലേ, വലിച്ച് നീട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റണം. ആ നേർത്ത കമ്പികളാക്കി മാറ്റുന്നതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അടിച്ച് ഷീറ്റ് പോലെ ആക്കുന്നതിനാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ഫൈൻ വയേഴ്സ് ഇങ്ങനെ തിന്നായിട്ടുള്ള ഏറ്റവും ചെറിയ വയേഴ്സാക്കി മാറ്റാൻ കഴിയുന്നത്, അതായത് മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? ഗോൾഡും പ്ലാറ്റിനവുമാണ്. നമ്മളെ ഗോൾഡ് പ്ലാറ്റിനം ഓർണമെൻറ്റ്സ് ഒക്കെ നമുക്ക് അത്രയും ചെറുതാക്കി വയേഴ്സാക്കി മാറ്റാൻ കഴിയുന്നത് കൊണ്ടാണ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ മെറ്റൽസിന് ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി അല്ലേ. അത് യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് എവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ വലിച്ചു നീട്ടിയ വയേഴ്സ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് വയേഴ്സ് അല്ലേ. ഇലക്ട്രിക് വയേഴ്സ് എന്താണ്? മെറ്റൽസിനെ ഇങ്ങനെ വലിച്ചു നീട്ടി വയർ പോലെ ആക്കുന്ന സിറ്റുവേഷനാണ്. ബൾബിൻ്റെ ഉള്ളിൽ ഈ ഫിലമെൻറ്റ്സ് ഇങ്ങനെ വയർ പോലെ ആക്കുന്നില്ലേ അല്ലേ, മെറ്റൽസിനെ വയർ പോലെ ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. അതായത് മാനുഫാക്ചറിങ് ഓഫ് ഫിലമെൻറ്റ് ഇൻ ബൾബിലെ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വയേഴ്സ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വലിച്ചു നീട്ടി വയർ പോലെ ആക്കുകയാണ്. നേരത്തെ ലോഹവസ്തുക്കളായ സേഫ്റ്റി പിന്ന്, ഹുക്ക് എന്നിവയുടെ നിർമ്മാണത്തിന് ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. മാനുഫാക്ചറിങ് ഓഫ് തിൻ മെറ്റാലിക് ഒബ്ജക്ട്സ് ലൈക്ക് സേഫ്റ്റി പിന്ന്, ഹുക്ക് അല്ലേ. ഹുക്കും സേഫ്റ്റി പിന്നും ഒക്കെ പോലെയുള്ള മെറ്റാലിക് ഒബ്ജക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. മെറ്റൽസിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതായത് മെറ്റൽസ് എന്താണ്? ഇലക്ട്രിസിറ്റിയിലെ കറണ്ടിനെ കടത്തി വിടുമില്ലേ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവയാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ആ ഒബ്ജക്ട്സ് ഇവിടെ PQ എന്ന് പറഞ്ഞ ഈ പ്ലേസിൽ വെച്ചാൽ ഈ ബൾബ് ഗ്ലോ ചെയ്യുമോ, പ്രകാശിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടെത്തേണ്ടത്. സപ്പോസ് നമ്മളൊരു പേപ്പറിൻ്റെ പീസാണ്, ഒരു പേപ്പർ കഷ്ണാണ് ഈ PQ എന്ന സ്ഥലത്ത് വെക്കുന്നതെങ്കിൽ ഇവിടെ ഈ ബൾബ് പ്രകാശിക്കുമോ, കത്തുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? ഈ പേപ്പറിലൂടെ നമുക്ക് കറണ്ടിനെ പാസ് ചെയ്യാൻ കഴിയില്ല. പേപ്പർ എന്താണ്? നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി അതിലൂടെ കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ ബൾബ് എന്താണ്? ഗ്ലോ ചെയ്യില്ല, പ്രകാശിക്കില്ല. അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലോ റൂളറോ ആണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യുമോ? ഇല്ല അല്ലേ. അതെന്താണ്? ഇലക്ട്രിസിറ്റി അതിലൂടെ കടത്തി വിടൂല അല്ലേ. അതുകൊണ്ട് തന്നെ ബൾബ് പ്രകാശിക്കില്ല, ഡസ് നോട്ട് ഗ്ലോ എന്ന് എഴുതാം. പേപ്പറിൻ്റെ കഷ്ണമല്ലേ, പീസ് ഓഫ് പേപ്പറും അതുപോലെ പ്ലാസ്റ്റിക് സ്കെയിലും എന്താണ്? നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബൾബ് പ്രകാശിക്കില്ല എന്ന് എഴുതാം. ബൾബ് ഡസ് നോട്ട് ഗ്ലോ എന്ന് എഴുതാം അല്ലേ. അതുപോലെ റേസർ ബ്ലേഡ്, അയൺ വയർ, അലൂമിനിയം വയർ അല്ലേ. അയൺ ഇരുമ്പിൻ്റെ വയർ, അലൂമിനിയം വയർ, ഇതൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും അല്ലേ. ഇതിലൂടെ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇതിലൂടെ വൈദ്യുതി പാസ് ചെയ്യും അല്ലേ. വൈദ്യുതി പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഈ ബൾബ് പ്രകാശിക്കും അല്ലേ, ഗ്ലോ ചെയ്യും അല്ലേ. ബൾബ് ഗ്ലോ എന്ന് എഴുതാം. കാരണം എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് അലൂമിനിയം, അതുപോലെ അയൺ, റേസർ ബ്ലേഡ് ഒക്കെ എന്താണ്? കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോസ് അല്ലേ, ബൾബ് കത്തുന്നു എന്ന് എഴുതാം, ഗ്ലോ ചെയ്യുന്നു എന്ന് എഴുതാം. ഇവിടെ വേറെ നമുക്ക് എന്തൊക്കെ എടുക്കാമില്ല. ആ പ്ലേസിൽ ഒരു മരക്കഷ്ണം വെക്കുകയാണെങ്കിലോ, ഒരു മരത്തിൻ്റെ കഷ്ണമാണ് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ആ മരത്തിലൂടെ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമോ? ഇല്ല അല്ലേ. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല മരം എന്ന് പറയുന്നത്, വുഡ് എന്ന് പറയുന്നത്. ഒരു പീസ് ഓഫ് വുഡ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ എന്താണ്? ആ ഗ്ലോ ചെയ്യില്ല, ബൾബ് ഗ്ലോ ചെയ്യില്ല, ബൾബ് ഡസ് നോട്ട് ഗ്ലോ എന്ന് എഴുതാം. ഒരു കോപ്പർ വയറാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലേ. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോ എന്ന് എഴുതാം അല്ലേ. ബൾബ് കത്തും എന്ന് എഴുതാം. ഇങ്ങനെ ഈ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള ഈ മെറ്റൽസിൻ്റെ എബിലിറ്റി, ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഒരു ലോഹത്തിൻ്റെ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിനെ അതിൻ്റെ വൈദ്യുത ചാലകത അഥവാ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. നമ്മളെ മെറ്റൽസ് അലൂമിനിയം, അയൺ അല്ലെ, അങ്ങനത്തെ മെറ്റൽസൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള ഈ മെറ്റൽസിൻ്റെ കഴിവ്, എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. The ability of a metal to conduct electricity is known as electrical conductivity. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലേ, ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള മെറ്റൽസിൻ്റെ ആ കഴിവിന് എബിലിറ്റിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാ മെറ്റൽസും എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സാണ്. ആൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും അല്ലേ. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റൽസും എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. സിൽവർ ഈസ് ദി ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമോങ് ദി മെറ്റൽസ്. മെറ്റൽസിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുക, വൈദ്യുതിയെ കടത്തിവിടുന്നത് ആരാണ്? സിൽവറാണ്. ഗ്രേറ്റർ ദാൻ ഉള്ള സിമ്പൽ ഇതാ, ഇവിടെ വായ്ഭാഗം വലുത് സിൽവറിലേക്കാണ്. പിന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ്റെ ഏറ്റവും ചെറുത് ഇല്ലേ, അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ലെസ്, അതായത് ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് അലൂമിനിയമാണ്. സിൽവറാണ് നന്നായിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിൽവർ അല്ല നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സിൽ, അതുപോലെ നമ്മളെ വീട്ടിലുള്ള വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് സിൽവർ അല്ല. കാരണം എന്താണ്? അത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്, നല്ല വില കൂടിയത് കൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്.
വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ വയറിംഗ് അല്ലേ, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വയറിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? നമ്മുടെ കോപ്പറാണ്. അതുപോലെ വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് ലൈൻസ് ഫോർ ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത ലൈൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക് ലൈൻസിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? അല്ലേ, നമ്മുടെ അലൂമിനിയമാണ്. അതായതാണ് ലെസ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഏറ്റവും ഇലക്ട്രിസിറ്റി കുറച്ച് കണ്ടക്ട് ചെയ്യുള്ളൂ അലൂമിനിയം. പക്ഷേ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? അത് ചീപ്പസ്റ്റ് ആണ്, വില കുറവാണ് അല്ലേ. ഗോൾഡ്, കോപ്പർ, സിൽവറൊക്കെ എന്താണ്? വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നല്ല കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക സിൽവറാണ്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. വൈ ഈസ് സിൽവർ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? അത് എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് സിൽവർ ഈസ് വെരി എക്സ്പെൻസീവ് മെറ്റൽ. വളരെ വില കൂടിയ ലോഹം ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളി സിൽവർ യൂസ് ചെയ്യാത്തത്. സിൽവർ, ഗോൾഡൊക്കെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നല്ല കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽസ് അല്ലേ നമ്മൾ ഇതിന് വയസ്സിന്, ഇലക്ട്രിക് വയസ്സിനൊക്കെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അലൂമിനിയമാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള, കടത്തിവിടാനുള്ള കഴിവിനെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ മെറ്റൽസിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതായത് ഹീറ്റിനെ കടത്തിവിടാനുള്ള മെറ്റൽസിൻ്റെ കഴിവിനെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം അല്ലേ. തെർമോ മീൻസ് ഹീറ്റ് അല്ലേ. തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം ഹീറ്റ് എന്നാണ്. നമ്മുടെ പാത്രങ്ങളിലെ, വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അലൂമിനിയം പോലത്തെ മെറ്റൽസ് കൊണ്ടാണല്ലേ. അതായത് പെട്ടെന്ന് ഹീറ്റ്, ചൂടാവാൻ വേണ്ടി, പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അല്ലേ. ആ പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടല്ലേ. യൂട്ടൻസിൽസ് ഫോർ കുക്കിംഗ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് മെറ്റൽസ്. മെറ്റൽസ് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് കേസ്. ഈ കേസിൽ ഏത് പ്രോപ്പർട്ടിയാണ്, മെറ്റൽസിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്? തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി, പെട്ടെന്ന് ചൂടാവാനുള്ള കഴിവ് അല്ലേ. ദി എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു കണ്ടക്ട് ഹീറ്റ് ഈസ് പ്രൈമർലി യൂട്ടിലൈസ്ഡ് ഹിയർ അല്ലേ. ഇവിടെ മെറ്റൽസിൻ്റെ ആ ചൂടാവാനുള്ള കഴിവ്, മെറ്റൽസ് ടു കണ്ടക്ട് ഇല്ലേ, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ്, ഹീറ്റിനെ പെട്ടെന്ന് കടത്തി വിടാനുള്ള ആ കഴിവാണ് ഇവിടെ യൂസ് ചെയ്തത്. മെറ്റൽസിൻ്റെ ഇടയിൽ നല്ല ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് അല്ലേ. ഹീറ്റിനെ പെട്ടെന്ന് കടത്തി വിടുന്നത് സിൽവറാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നത് സിൽവറാണ്. പക്ഷേ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല അല്ലേ. സിൽവറിനോടൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കുക, വെള്ളി പൂശി പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ആർക്കെ വാങ്ങാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ അലൂമിനിയാണ് ഉപയോഗിക്കുന്നത്. അലൂമിനിയം എന്തുകൊണ്ടാണ് കുക്കിംഗ് യൂട്ടൻസിൽസിലേക്ക്, കിച്ചൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. റീസൺ എന്താണ്? അത് എക്സ്പെൻസീവ് അല്ല, ചീപ്പസ്റ്റ് ആണ്. അലൂമിനിയം ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ ഗുഡ് കണ്ടക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ചീപ്പ് മെറ്റൽ. ചീപ്പായിട്ടില്ല, വില കുറഞ്ഞ മെറ്റലാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്. കിച്ചണിലെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യുന്നു. അലൂമിനിയം ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽ. ഫൈൻഡ് ദി റീസൺ. റീസൺ എന്താണ്? അത് വളരെ ചീപ്പസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. ഹീറ്റിനെ പെട്ടെന്ന് കടത്തിവിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യുന്നത് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോൺ മെറ്റൽ കാർബണിൻ്റെ 2 അലോട്രോപ്പിക് ഫോംസ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും. ഓക്കെ, ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഡയമണ്ട് വളരെ ഹാർഡാണ്, ഹൈ ഹാർഡ്നെസ് ഉണ്ട്, നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ്, അത് ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഡയമണ്ട് ഈസ് യൂസ്ഡ് ടു കട്ട് ഗ്ലാസ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഹാർഡ്നെസ് അല്ലേ. നല്ല ഹാർഡായി ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ അതിന് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ ഗ്രാഫൈറ്റിന് എന്താണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗ്രാഫൈറ്റിലെ കാർബണിൻ്റെ 2 അലോട്രോപ്പിക് ഫോംസ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും. ഡയമണ്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നല്ല ഹാർഡ്നെസ്, നല്ല കട്ടിയുണ്ട്, അതുപോലെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതുപോലെ ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിസിറ്റിയെ പെട്ടെന്ന് കടത്തിവിടും ഗ്രാഫൈറ്റ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. മെറ്റൽസിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഒരു പ്രത്യേകതയാണ് സൊണോരിറ്റി. അതായത് നമ്മൾ ചിലങ്ക കണ്ടിട്ടുണ്ടല്ലേ, പാസരം, അതിനൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ബെല്ല് അല്ലേ, അതൊക്കെ എന്താണ്? മെറ്റൽസാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ആ സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എബിലിറ്റി, മെറ്റൽസിൻ്റെ എബിലിറ്റി, ആ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മരത്തിൻ്റെ ബെല്ലാണെങ്കിൽ സൗണ്ട് ഉണ്ടാവുമോ? ഇല്ല. അതൊരു മെറ്റൽ ആയതുകൊണ്ടാണ്, മെറ്റൽ ബെൽസ് ആയതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ദി എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് വെൻ സ്ട്രൈക്ക്ഡ് വിത്ത് ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണോരിറ്റി. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ലോഹങ്ങളിലെ മെറ്റൽസിൻ്റെ ഈ കഴിവിനെയാണ്, ഈ എബിലിറ്റിയാണ് സൊണോരിറ്റി എന്ന് വിളിക്കുന്നത്. മെറ്റൽസിൻ്റെ പുറത്ത് എന്താണ്? നമ്മളൊരു കട്ടിയുള്ള വസ്തു കൊണ്ട് നമ്മളിങ്ങനെ തട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കും അല്ലേ. അങ്ങനെ മെറ്റൽസിൻ്റെ ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്.
ദി എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് അല്ലേ, ആ മെറ്റൽസിൻ്റെ ആ എബിലിറ്റി സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആ കഴിവിനെയാണ്. ഇപ്പോൾ വെൻ സ്ട്രൈക്ക്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണോരിറ്റി. നമ്മൾ നല്ല കട്ടിയുള്ള വസ്തു കൊണ്ടല്ലേ സ്ട്രൈക്ക്ഡ് വിത്ത് ഹാർഡ് മെറ്റീരിയൽ, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ എന്താണ് ആ സൗണ്ട് ഉണ്ടാവുന്നില്ലേ, ആ സൗണ്ട് ഉണ്ടാവുന്ന ആ എബിലിറ്റിയാണ്, മെറ്റൽസിൻ്റെ ആ എബിലിറ്റിനെയാണ്, ആ കഴിവിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലെസ്റ്റർ. മെറ്റാലിക് ലെസ്റ്റർ നമ്മളെ മെറ്റൽസ് ആയിട്ടുള്ള സിൽവർ ഗോൾഡിനൊക്കെ എന്താണ് ഒരു നാച്ചുറൽ ഷൈൻ, ഒരു തിളക്കം കാണാം അല്ലേ. അതുകൊണ്ടൊക്കെയാണ് നമ്മളത് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഗോൾഡ്, സിൽവർ അല്ലെ, സ്വർണ്ണമൊക്കെ എന്താണ് നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്, വള മാല ഒക്കെ അതിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. ആ മെറ്റൽസിൻ്റെ ആ തിളങ്ങുന്ന ആ പ്രോപ്പർട്ടി അതിന് പറയുന്ന പേരാണ് മെറ്റാലിക് ലെസ്റ്റർ. ദി ഷൈനി അപ്പിയറൻസ് ഓഫ് ദി സർഫസ് ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മെറ്റാലിക് ലെസ്റ്റർ. ആ ഷൈനി അപ്പിയറൻസ്, മെറ്റൽസിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ആ ഷൈനി തിളക്കമുള്ള ആ അപ്പിയറൻസിനെയാണ് നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ അല്ലെ, മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്നത്. ലോഹത്തിൻ്റെ ആ പ്രതലത്തിലുണ്ടാകുന്ന ഈ തിളക്കത്തെയാണ്, ആ ഷൈനി അപ്പിയറൻസിനെയാണ് ലോഹദ്യുതി, അതായത് മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്നത്. മെറ്റൽസിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം മെറ്റലിനെ നമുക്കൊരു നീഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ ഗോൾഡ്, അലൂമിനിയം, കോപ്പറൊക്കെ നമുക്കൊരു നീഫ്, ഒരു കത്ത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല, അതൊക്കെ ഹാർഡായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊക്കെ എന്താണ് സോഫ്റ്റ് മെറ്റൽസാണ്. പക്ഷേ എല്ലാം എന്താണ് സോഫ്റ്റ് അല്ല, ബാക്കിയുള്ള മെറ്റൽസൊക്കെ എന്താണ് ഹാർഡാണ് അല്ലേ. ജനറലി മെറ്റൽസ് ആർ ഹാർഡ്. പൊതുവേ മെറ്റൽസൊക്കെ ഹാർഡാണ്, വളരെ ഉറപ്പുള്ളതാണ്, സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. മെറ്റൽസിന് അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും, ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. അതുപോലെ മെറ്റൽസ് ജനറലി ഹാവ് ഹൈ ഡെൻസിറ്റി അല്ലെ, ഹൈ ഡെൻസിറ്റി ആയിരിക്കും. ലോ ഡെൻസിറ്റി ഉള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യത്തിനൊക്കെ എന്താണ് ലോ ഡെൻസിറ്റി ആണുള്ളത്. ബാക്കിയുള്ള മെറ്റൽസിനൊക്കെ ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഹൈ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും, അതുപോലെ ഹാർഡായിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് മെറ്റൽസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഷോ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, മെറ്റാലിക് ലെസ്റ്റർ ആൻഡ് ഹാർഡ്നെസ്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റിൽ ഖരാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, അതുപോലെ മെറ്റാലിക് ലെസ്റ്റർ ഉണ്ട്, അതുപോലെ ഹാർഡായിരിക്കും, ഹാർഡ്നെസ് ഉണ്ട് അല്ലേ. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഷോ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, മെറ്റാലിക് ലെസ്റ്റർ ആൻഡ് ഹാർഡ്നെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് പാർട്ട് വേഗം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.